വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ആദിവാസി പെൺകുട്ടിയെ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് 1.5 വർഷത്തോളം പീഡിപ്പിച്ചു എന്ന പരാതി. ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തുവന്നത്. നഗ്നചിത്രങ്ങൾ അടക്കം കാണിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കേസ് ഒതുക്കാനും ശ്രമം നടത്തി. സുൽത്താൻ ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തും മുൻപ് തന്നെ ഒത്തുതീർപ്പ് നടത്താനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. ആദിവാസി പെൺകുട്ടിയുടെ പീഡന ആരോപണത്തിൽ കുടുങ്ങി സുൽത്താൻ ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വയനാട്ടിലെ ജില്ലാ കോൺഗ്രസിലെ പ്രമുഖനുമായ OM ജോർജ്. 1.5 വർഷമായി ജോർജ് ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് കാണിച്ച് പെൺകുട്ടി പരാതി നൽകി. പെൺകുട്ടിയുടെ പരാതിയിന്മേൽ ജോർജിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതോടെ OM ജോർജ് ഒളിവിൽ പോയി. മുൻ DCC ജനറൽ സെക്രട്ടറി കൂടിയാണ് OM ജോർജ്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ INTUC ജില്ലാ സെക്രട്ടറി ഉമ്മർ പണം വാഗ്ദാനം ചെയ്തു എന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. നഗ്നചിത്രങ്ങൾ അടക്കം കാണിച്ച് പെൺകുട്ടിയെ കോൺഗ്രസ് നേതാവ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇവർ പെൺകുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം കേട്ടപ്പോഴാണ് പീഡന വിവരം അറിഞ്ഞതെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. 1.5 വർഷം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. പീഡനം തുടർന്നതിനാൽ പെൺകുട്ടി ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. മാതാപിതാക്കൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് സുൽത്താൻ ബത്തേരി പോലീസിനെ വിവരം അറിയിച്ചത്. ഇതിനിടെ കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചതായും ആരോപണമുയർന്നു. ജോർജ് കർണാടകയിലേക്ക് കടന്നിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ജോർജിനായി അന്വേഷണം പോലീസ് വ്യാപകമാക്കി. ആദിവാസി സംരക്ഷണത്തിനായുള്ള സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡിന് കേസ് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 1.5 വർഷമായി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ജോർജിന്റെ വീട്ടിൽ ജോലിക്കാരാണ്. ഇവർ എത്താത്ത സാഹചര്യങ്ങളാണ് പെൺകുട്ടി ജോർജിന്റെ വീട്ടിൽ വീട്ടുജോലിക്ക് എത്തിയിരുന്നത്. ആ അവസരം മുതലാക്കിയാണ് ജോർജ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. സാധു കുടുംബത്തിലെ അംഗമാണ് പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ്. OM ജോർജിനെ പിടികൂടാനുള്ള ശ്രമം വ്യാപകമാക്കിയിട്ടുണ്ടെന്ന് ബത്തേരി പോലീസ് അറിയിച്ചു. അതേസമയം പ്രബലനായ കോൺഗ്രസ് നേതാവ് പെൺകുട്ടിയുടെ കുടുംബത്തെ ആക്രമിക്കുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആദിവാസി നേതാവ് അമ്മിണി പറഞ്ഞു. കേസ് തേച്ചുമാച്ചു കളയാനുള്ള നീക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിന് അനുവദിക്കില്ല എന്നും അമ്മിണി പറഞ്ഞു. അതേസമയം OM ജോർജിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. കുറ്റവാളികൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു.